മോളെ മേഘനെ, ഞങ്ങൾ നിന്നോട് ചെയ്ത് തെറ്റ് തന്നെയാ. ആ നീതികേടിനെ ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷേ അതിന്റെ പേരിൽ നീ ഇത്രയും വലിയൊരു തീരുമാനം എടുത്തെന്തിനാ മോളെ? ഇത്രയും പെട്ടെന്ന് നമ്മൾ തമ്മിലുള്ള സകല ബന്ധവും മുറിച്ചു മാറ്റാൻ നീ ഒരുങ്ങുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നല്ലവണ്ണം ആലോചിച്ചിട്ടേ ഏതൊരു തീരുമാനം നീ എടുക്കുന്ന ഞങ്ങൾ കരുതിയിരുന്നേ. എന്നും നിന്റെ തീരുമാനങ്ങൾക്ക് ശക്തമായ ഒരു കാരണമുണ്ടായിരുന്നു. എന്നിട്ടിന്ന് ഇത്തരത്തിൽ അനുയോജ്യമല്ലാത്തൊരു തീരുമാനം നീ സ്വീകരിച്ചത് ഈ അച്ഛന് സഹിക്കാനാവുന്നില്ല മോളെ. മതിയൊന്ന് നിർത്ത്. ഞങ്ങളുടെ തീരുമാനം ഔചിത്യമില്ലായ്മയാണെന്ന് ചിലപ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അതാണ് ഏറ്റവും ഉചിതം. അല്ല, കൺമുമ്പിൽ വേറൊരുത്തിനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരുത്തിനെ ഞങ്ങളുടെ മോളെ എന്തിനാ വേണ്ടെന്ന് വെച്ചത് നിങ്ങൾ തന്നെ. പിന്നെ ആരെ ബോധിപ്പിക്കാനാ ഈ നാടകം? നീ വാ മേഘനെ. നമുക്കും പോവാം. നടക്കുമോനെ. ഞങ്ങൾക്കൊരു തെറ്റുപറ്റി പോയി ചാരു, അത് സമ്മതിക്കുന്നു. പക്ഷെ ഏട്ടത്തി ഇന്ന് ചെയ്തത് ശരിയാണ്. ഞങ്ങൾക്കൊപ്പത്തിനൊപ്പം ഏട്ടത്തിയും തുടങ്ങിയാലെങ്ങനെ? ഞങ്ങളുടെ തെറ്റ് തിരുത്താനല്ലേ മേഘനടുത്ത് ശ്രമിക്കേണ്ടത്. നീ എന്നോട് ചോദിച്ചില്ലേ ഞങ്ങൾ കുടുംബത്തോടെ നിന്റെ മേഘനേച്ചിയുടെ ജീവിതം നശിപ്പിച്ച എന്തിനാണെന്ന്? പക്ഷെ ഇപ്പൊ വിവാഹമോചനം വരെ നിന്റെ ചേച്ചി പോകുന്നത് ശരിയാണോ? എന്താ ഒന്നും മിണ്ടാത്ത? വിചാരണ തുടങ്ങിക്കോളൂ. യുവർ ഓണർ, എന്റെ ക്ലയന്റ് മേഘന കൃഷ്ണൻ ഭർത്താവിനോട് വിവാഹമോചനം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തമ്മിലുള്ള അഭിപ്രായ ഭേദങ്ങളും ചിന്തകളിലെ അന്തരവും സ്വന്തം ഭർത്താവ് മിഥുൻ നന്ദനുമായി ഒന്നിച്ചൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അസാധ്യമാണെന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് മേഘന കൃഷ്ണന്റെ വിവാഹമോചനം ബഹുമാനപ്പെട്ട കോടതി പരിഗണിക്കണമെന്ന് ഞാനിവിടെ അപേക്ഷിക്കുകയാണ്. ഭാര്യയെയും ഭർത്താവിനെയും കോടതിയിലേക്ക് വിളിക്കൂ. മേഘന കൃഷ്ണൻ, മേഘന കൃഷ്ണൻ, മേഘന കൃഷ്ണൻ. മിഥുൻ നന്ദൻ, മിഥുൻ നന്ദൻ, മിഥുൻ നന്ദൻ.
മിസസ് മേഘന കൃഷ്ണൻ. മിസസ് മേഘന കൃഷ്ണൻ. മിസസ് മേഘന കൃഷ്ണൻ. പറയൂ മാഡം. ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തുറന്നു പറയൂ. ഭർത്താവിൽ നിന്ന് ശാശ്വതമായി വേർപിരിയണമെന്ന് തന്നെയാണോ തീരുമാനം? മേഘനെ, എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? ജഡ്ജിന്റെ ചോദ്യത്തിന് അതേ എന്ന് ഉത്തരം നൽകണം മേഘനെ. ഇതെന്താ ജഡ്ജിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഇവള് പഴം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നേ? പറയടി, വിവാഹമോചനത്തിന് സമ്മതമാണെന്ന് പറയേ. ചേച്ചിക്ക് ശരിയെന്ന് തോന്നുന്നത് പറഞ്ഞോളൂ ചെറിയമ്മ. എന്തു പറയുവോ? ഇത് നടന്നു കിട്ടിയിട്ട് വേണം എന്റെ ആഗ്രഹങ്ങളൊക്കെ തീർക്കാൻ. ഇവളെ മിഥുനിൽ നിന്ന് അകന്ന ആ ജഗദീഷിന്റെ തലയിലേക്ക് ഇവളെ കെട്ടിവെക്കുകയും ചെയ്യാം, ഇവളുടെ ആസ്തി മുഴുവൻ അടിച്ചു മാറ്റുകയും ചെയ്യാം. ഒടുവിൽ ഇവളിവിടെ വല്ല ബോംബും പൊട്ടിക്കുവോ? മിസ്സിസ് മേഘന കൃഷ്ണൻ, ചോദിച്ചതിന് ഉത്തരം പറയും. ഇനി നിങ്ങളുടെ ഭർത്താവും ഒത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഇതെന്താ ആന്റി, ചോദിച്ച് തീരും മുമ്പ് ഡിവോഴ്സ് പേപ്പേഴ്സിൽ ഒപ്പിട്ട് തന്നവള് ഇപ്പൊ എന്താ ഇങ്ങനെ? ജഡ്ജിന്റെ ചോദ്യത്തിന് ഒരു ഉത്തരവും പറയാതെ കല്ല് പോലെ നിൽക്കുകയാണല്ലോ അവള്. അതാ മഞ്ജരി എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ എന്ത് തീരുമാനിച്ചിട്ടാണാവോ? ഇനി മിഥുനെ പിരിയാൻ അവൾ ആഗ്രഹിക്കുന്നില്ലെന്നോ മറ്റോ ആണോ? മിഥുനേട്ടാ, മിഥുനേട്ടാ, മിഥുൻ, മിഥുനേട്ടാ, മിഥുനേട്ടാ വരുന്നുണ്ട്. അയ്യോ, നല്ലോണം ചോര വാർന്നു പോകുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടോ? ആരെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവരൂ പ്ലീസ്. മിഥുൻ, മിഥുൻ, Are you okay, Mr. Midhun Nandan? I'm okay, ma'am. Your Honor, can I proceed? ആവശ്യമില്ല. സാധാരണ വേർപിരിയാൻ ആഗ്രഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒടുങ്ങാത്ത വിദ്വേഷവും അസഹനീയതയുമാണ് ഉണ്ടാവുക. ഒരാൾക്ക് മറ്റൊരാളോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. എന്നാൽ ഇവരുടെ കാര്യം കാണുമ്പോൾ അത്ര ഗൗരവമായൊരു പ്രശ്നം കാണുന്നില്ല.
മിസ്സിസ് മേഘനയോട് എനിക്ക് പറയാനുള്ളത്, വിവാഹമോചനത്തിന് നിങ്ങൾ തയ്യാറായെങ്കിലും നിങ്ങളുടെ ഭർത്താവിൽ നിന്നും അകലാൻ നിങ്ങളുടെ മനസ്സെപ്പോഴും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് സത്യം. വിവാഹമോചനം അനുവദിക്കുന്നതല്ല. അപ്പൊ വണ്ടി യൂട്ടേൺ അടിച്ചു. ഇതെന്താ ആന്റി, വല്ലാത്തൊരു ട്വിസ്റ്റ് ആയി പോയല്ലോ. ഇതൊക്കെ അപ്രതീക്ഷിതമാണോ അതോ മേഘന മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇനിയുള്ള 6 മാസം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെ ജീവിക്കണം. മാസങ്ങൾക്ക് ശേഷവും നിങ്ങൾ വിവാഹമോചനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കോടതിയെ സമീപിക്കാം. ഈ 6 മാസവും നിങ്ങൾ സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കേണ്ടത്. കഴിവതും നിങ്ങൾ തമ്മിൽ ഒരു നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാക്കിയെടുക്കും. ഈ 6 മാസക്കാലം ഒരു ടീം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഓരോ നീക്കങ്ങളും അവർ കോടതിയെ അറിയിച്ചുകൊണ്ടേയിരിക്കും. എക്സ്ക്യൂസ് മീ യുവർ ഓണർ. വേണ്ടെന്ന് തീരുമാനിച്ച ശേഷമാണ് മേഘന ഡിവോഴ്സ് പേപ്പേഴ്സ് അയച്ചത്. അങ്ങനെയുള്ളപ്പോ വീണ്ടും ഒന്നിപ്പിക്കാനുള്ള ഈ പ്രയത്നം എന്തിനാണ്? നമ്മുടെ നിയമത്തിൽ ക്ഷണികാവേശത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെ കോടതി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല. ബന്ധത്തിന്റെ വില മനസ്സിലാക്കാനും തീരുമാനങ്ങളിലെ തെറ്റ് തിരുത്തുവാനും കോടതി ദമ്പതിമാർക്ക് എപ്പോഴും ഇങ്ങനെ സമയം അനുവദിക്കാറുള്ളത് നിയമ നടപടിയുടെ ഭാഗമാണ്. കോടതി വിധി അനുസരിക്കേണ്ടത് നിങ്ങളുടെ കടമയുമാണ്. ഈ 6 മാസക്കാലത്തോളം മിസസ് മേഘന മിഥുന് സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ ഒരു കാരണവശാലും ആരും ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കരുത്. അവർക്ക് പ്രയാസകരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പാടില്ല. മറിച്ച് സംഭവിച്ചാൽ മിഥുന്റെ കുടുംബാംഗങ്ങൾക്ക് കോടതി ശിക്ഷ വിധിക്കുന്നതാണ്. The court is adjourned. എന്റെ പരിശ്രമം വിഫലമായില്ല. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എനിക്ക് അനുകൂലമായ വിധി കിട്ടി. മിഥുനേട്ടന്റെ വീട്ടിലേക്ക് തിരിച്ചു കയറാനും ഏട്ടന്റെ ജീവന് രക്ഷയേകാനും ഈ ഒരു വഴി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പോയിട്ട് വരട്ടെ ചെറിയമ്മേ. മേഘനെ, നിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഏത് കാര്യത്തിലാ ചെറിയമ്മേ? നീ തന്നെ ആലോചിച്ച് തീരുമാനിച്ചല്ലേ വിവാഹമോചനത്തിന് തയ്യാറായത്. എന്നിട്ട് കോടതി ചെന്നിട്ട് മിണ്ടാതെ നിന്നാ എന്താ? അല്ല, എന്താ നിന്റെ തീരുമാനം മേഘനെ? വിവാഹമോചനത്തിനുള്ള ഒപ്പ് ഞാനിട്ടത് വേറൊരു കടലാസിൽ മാത്രമായിരുന്നു ചെറിയമ്മേ. എന്റെ മനസ്സിലായിരുന്നില്ല.
എന്നുവെച്ചാ എല്ലാവരും വേർപിരിയാൻ വിവാഹമോചനം ചോദിക്കുമ്പോ ഞാൻ ഒന്നിച്ച് കഴിയാൻ അത് ചെയ്ത് അത്രമാത്രം. മനസ്സിലാവുന്നില്ല അല്ലേ ചെറിയമ്മേ? ചെറിയമ്മ തന്നെയല്ലേ അന്ന് പറഞ്ഞത് ഡിവോഴ്സ് പേപ്പേഴ്സിൽ സൈൻ ചെയ്തു കൊടുത്ത 6 മാസത്തിനുള്ളിൽ അത് റെഡിയാവുമെന്ന്. അപ്പോ ആ 6 മാസങ്ങളും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കണമെന്ന് കോടതി വിധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ആ 6 മാസത്തിന് വേണ്ടി മാത്രം ഞാൻ പേപ്പേഴ്സിൽ സൈൻ ചെയ്ത. എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എനിക്ക് വലുത്. ഒരപകടവും ഏട്ടനെ സമീപിക്കാതെ നോക്കേണ്ടത് എന്റെ ചുമതലയാ. പക്ഷെ ആ വീട്ടിൽ എന്നെ കേറ്റാത്തിടത്തോളം എനിക്കതിന് കഴിയുകയുമില്ല. മിഥുനേട്ടന്റെ അമ്മയെന്ന് എന്നെ തിരിച്ചു കേറ്റില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതാ. അപ്പൊ തൊട്ട് ആ വീട്ടിലേക്ക് തിരിച്ചു കയറാനുള്ള മാർഗം അന്വേഷിക്കായിരുന്നു ഞാൻ. ആ മാർഗമാണ് ഈ വിവാഹമോചനം. എന്തായാലും ഇനി നീ അങ്ങോട്ട് പോണ്ട കാര്യമില്ല. അൽപായുസിൽ ചാകാനിരിക്കുന്നവന്റെ കൂടെ എന്ത് സുഖം കിട്ടാനാ? പശുവും ചത്ത് മോരിലെ പുളിയും പോയി കഴിഞ്ഞാ നീ ഇങ്ങോട്ട് തന്നെ കേറി വരണ്ടേ മോളെ? അത് മാത്രാണോ നിന്നെ കണ്ണെടുത്ത കണ്ടൂടാത്ത ഒരുത്തന്റെ കൂടെ? നിനക്ക് അപമാനങ്ങളും അവഗണനകളും മാത്രമല്ലേ ആ വീട്ടിൽ കിട്ടാൻ പോകുന്നുള്ളൂ. നീ അങ്ങോട്ട് പോകണ്ട മേഘനെ. ഇക്കാര്യത്തിൽ ഇനി ആര് എന്ത് പറഞ്ഞാലും എന്റെ തീരുമാനം മാറില്ല ചെറുമേ. എന്റെ പൊന്നു മോളെ, നിനക്ക് വിവരമില്ലാത്തത് കൊണ്ട് അരുന്ധതി, നീ നിക്ക്. മേഘന്, നിന്നെ ഇഷ്ടമില്ലാത്തവരുടെ ഇടയിലേക്കാണ് നീ ഇപ്പൊ പോകുന്നത്. നിനക്കൊരു സ്ഥാനവും തരാത്ത നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക്. അതോർക്കുമ്പോ ഈ ചെറിയച്ഛന്റെ മനസ്സ് നോന്നു മോളെ. എന്നാലും മിഥുന്റെ ജീവൻ നിനക്കേ രക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നീ അവിടേക്ക് ചെല്ലുകയും അവനെ രക്ഷിക്കുകയും വേണം മോളെ. എന്റെ കാര്യമെടുത്ത് ചെറിയച്ഛൻ വിഷമിക്കാതിരിക്കെ. ഇനിയുള്ള 6 മാസം എന്തെങ്കിലും ഒരു അത്ഭുതം നടന്ന് ആ വീട്ടിലുള്ളവരുടെ മനസ്സും തീരുമാനങ്ങളും മാറി മഞ്ജരി ആ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തിയിട്ട് വീണ്ടും മോളെ ആ വീട്ടിൽ മരുമകളായി അംഗീകരിക്കണമെന്ന് ഈ ചെറിയച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ നടക്കണമെന്ന് തന്നെയാ സാക്ഷാൽ ആ മഹാദേവനും ആഗ്രഹിക്കുന്നത്. മിഥുനേട്ടനുമായി ഒന്നിച്ച് ജീവിക്കാനോ ആ കുടുംബം വീണ്ടും എന്നെ അംഗീകരിക്കാനോ ഉള്ള ആഗ്രഹത്തോടെയല്ല ഞാൻ എവിടേക്ക് പോകുന്നത്. മിഥുനേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടിത്തന്ന താലി, ആ താലി അൽപായുസിലാറ്റ് പോകരുത്. അതുകൊണ്ട് ആ ജീവൻ നിലനിർത്തേണ്ടതും എന്റെ കർത്തവ്യം. എന്നാ ശരി മോളെ, മോള് പോയിട്ട് വാ. ഇറങ്ങട്ടെ ചെറിച്ച. ഹലോ, വന്നാലും മാഡം. പണിക്കരെ കുറിച്ച് വല്ല അറിവും കിട്ടിയായിരുന്നോ? അദ്ദേഹം തിരിച്ചു വന്നോ? അദ്ദേഹത്തെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല മാഡം. ഇതുവരെ ഞങ്ങളോട് പറയാത്ത അദ്ദേഹം എങ്ങോട്ടേക്കും പോയിട്ടുമില്ല. ഇപ്പൊ എങ്ങനെ ഞങ്ങളെപ്പോലും അറിയിക്കാതെ ഏത് അജ്ഞാതവാസത്തിനാ പോയെന്ന് മനസ്സിലാവുന്നുമില്ല. പണിക്കർ അദ്ദേഹത്തെ കാണാത്തിടത്തോളം മിഥുനേട്ടനെ വേട്ടയാടാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ച് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? ഏത് വിധത്തിൽ എവിടെ നിന്ന് അപകടം അടുത്തു കൂടുമെന്ന് ആരാ ഇനി പറഞ്ഞു തരാ? പണിക്കർ അദ്ദേഹം ഒരു കത്തെഴുതിയിട്ട് ഭഗവാന്റെ സന്നിധിയിൽ വെച്ചിരുന്നു. അത് ഞാൻ എടുത്തിട്ട് വരാം. ഇതാണ് ആ കത്ത്.
മോളെ മേഘനെ, സകലരുടെയും ജാതകങ്ങൾ ഗണിച്ച് അവരുടെയൊക്കെ ജീവിതത്തിലെ കാര്യങ്ങൾ പ്രവചിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ തീരുമാനങ്ങൾക്ക് ഞാനും അതീതനല്ല മോളെ. ഈ കത്ത് വായിക്കുവാൻ നിനക്കൊരവസരം കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ നിങ്ങളെ ആരെയും ബന്ധപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലായിരിക്കുമെന്ന് മനസ്സിലാക്കുക. മിഥുന വേട്ടയാടുന്ന അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കാനുള്ള അവസ്ഥയും എനിക്കുണ്ടാവില്ലെന്നർത്ഥം. ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം മേഘനെ, അടുത്ത 10 മാസം